കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുക. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. റാമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ പറയുന്നു: നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. അപ്പോൾ നമ്മൾ ഏത് ആത്മാവിനെയാണ് പ്രാപിച്ചത് എന്നുള്ളതാണ് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. നമ്മൾ പ്രാപിച്ച ആത്മാവിൻ്റെ പ്രത്യേകത എന്താണ്? കൃത്യമായിട്ട് അപ്പോസ്തലനായ പൗലോസ് റോമാ സഭയോട് പറയുന്ന ഒരു കാര്യമാണ്: നിങ്ങൾ പ്രാപിച്ച ആത്മാവ് ദാസ്യത്തിൻ്റെ ആത്മാവല്ല, പുത്രത്വത്തിൻ്റെ ആത്മാവാണ്. എന്താണ് ദാസ്യത്തിൻ്റെ ആത്മാവ്? എന്താണ് പുത്രത്വത്തിൻ്റെ ആത്മാവ്? ദാസ്യത്തിൻ്റെ ആത്മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു വിഷയത്തിന് അടിമയായി പോവുക, അല്ലെങ്കിൽ പാപത്തിനോ ഈ ലോകത്തിൻ്റെ ഇച്ഛകൾക്കോ ഇല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികൾക്കോ ദാസ്യത്വം എന്ന വേഷം ധരിച്ച് അടിമയായിട്ട്, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ തലയ്ക്ക് മുകളിലുള്ള വ്യക്തികളെയോ അവസ്ഥകളെയോ സാഹചര്യങ്ങളെയോ അധികാരങ്ങളെയോ പേടിച്ച് ഭയപ്പെട്ട് കഴിയേണ്ടി വരുന്ന ഒരവസ്ഥയാണ് ദാസ്യത്വം എന്ന് പറയുന്നത്, അല്ലേ? എന്താണ് പുത്രത്വം? അല്ലെ സ്തോത്രം. നമ്മുടെ അപ്പനാണ്, ഇല്ലെങ്കിൽ നമ്മുടെ പിതാവാണ്, അല്ലെ സ്തോത്രം. അതിനേക്കാൾ കവിഞ്ഞില്ലെങ്കിൽ എൻ്റെ അപ്പനേക്കാൾ കവിഞ്ഞ് വേറെയൊന്നുമില്ല, അവൻ്റെ മകനാണ് ഞാൻ എന്നുള്ളതിൻ്റെ നമ്മുടെ തിരിച്ചറിവിന് പറയുന്ന പേരാണ് പുത്രത്വം. പുത്രത്വമുള്ളവർക്ക് ഭയമില്ല, അല്ലേ? എന്തുവാണ്? ദൈവത്തിൻ്റെ വചനത്താൽ നമുക്ക് ലഭ്യമാകുന്ന പുത്രത്വം. ക്രിസ്തുയേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് രക്ഷ എന്ന ദൗത്യത്തിലൂടെ കയറിപ്പോയ നമുക്കേവർക്കും ലഭ്യമായ ഒന്നാണ് ദൈവിക പുത്രത്വം. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 12-ാമത് വാക്യം നമ്മൾ പഠിക്കുമ്പോൾ, അല്ലെ സ്തോത്രം, തിരുവചനം ഇങ്ങനെ പറയുന്നു: നമ്മൾക്ക് ദൈവ മക്കളാകുവേണ്ട അവകാശത്തെ കർത്താവ് നമുക്ക് നൽകി തരുവാൻ തക്കവണ്ണം ഇടവന്ന്. എങ്ങനെയാണ് നമുക്ക് ദൈവം അത് നൽകിയത്? യേശു കർത്താവിനെ സ്വീകരിച്ചതിലൂടെയാണ്, അല്ലേ? ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്ന നമുക്ക് സ്തോത്രം ദൈവിക പുത്രത്വത്തിൻ്റെ അവകാശിയായി മാറി. യേശു കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കാൻ മാത്രമല്ല പുത്രത്വത്തിൻ്റെ ആഴമെന്ന് പറയുന്നത്, യേശുവിൻ്റെ വാക്കിൽ വിശ്വസിച്ച് കാത്തിരുന്ന അപ്പോസ്തല ഗണത്തിൻ്റെ നടുവിൽ ഇറങ്ങി വന്ന ആത്മാവിനും പറയുന്ന പേര് പുത്രത്വത്തിൻ്റെ ആത്മാവ്. ആ ആത്മാവിനെയാണ് നമ്മൾ പ്രാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആരെയാണ് ഭയപ്പെടുന്നത്? നമ്മൾ എന്തിനെയാണ് ഭയപ്പെടുന്നത്? ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ ഓർക്കുക, നമ്മുടെ മേൽ പകർന്ന ആത്മാവ് പുത്രത്വത്തിൻ്റെ ആത്മാവാണ്. ആ പുത്രത്വത്തിൻ്റെ ആത്മാവ് നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത് കൊണ്ട് രോഗത്തെയോ ശാപത്തെയോ പൈശാചിക ശക്തികളെയോ മനുഷ്യരുടെ നിന്ദാവാക്കിനെയോ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. അങ്ങനെ ഭയപ്പെട്ടാൽ നിശ്ചയമായിട്ട് അത് നമുക്ക് ദോഷകരമായി ബാധിപ്പാൻ തക്കവണ്ണം ഇടവരും. അതുകൊണ്ട് ദൈവിക പുത്രത്തിൽ വിശ്വസിച്ച് പുത്രത്വത്തിൻ്റെ ആത്മാവാണ് നമ്മൾ പ്രാപിച്ചിരിക്കുന്നത് എന്നുള്ളതിൻ്റെ തിരിച്ചറിവിലേക്ക് നമ്മൾ കടന്നു വന്നാൽ അത് നമ്മുടെ ജീവിതത്തിനകത്ത് അനുഗ്രഹമായി മാറുവാൻ തക്കവണ്ണം ഇടവരും. സ്വർഗം അതിനായിട്ട് നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഒരിക്കൽ കൂടെ അവിടുത്തെ പാതവിടെ ഞങ്ങൾ കടന്നു വരികയാണ്. അവിടുത്തെ കൃപ കൊണ്ട് ഞങ്ങളെ പൊതിയണമേ. ആത്മീക ഭൗതിക നന്മകളാൽ അവിടെ നിറയ്ക്കണമേ. സന്ദേശം ആയിരങ്ങൾക്ക് പ്രയോജനപ്പെടുവാൻ സ്വർഗമിടവരുത്തിയാട്ട്. മഹത്വം അങ്ങേക്ക്. യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.